ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. സമാധാന ഗീതികളുമായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾ ഭക്തി സാന്ദ്രമായി. ചിറക്കോട് കച്ചിത്തോട് നിന്നുകുഴിയിൽ നായാട്ടിനിടെ യുവാവിന് വെടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ താളിക്കോട് സ്വദേശി സനൽ മോഹനൻ ചികിത്സയിൽ. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തിങ്കളാഴ്ച തൃപ്രയാറിൽ പതാക ഉയരും. 26, 27 തീയതികളിലാണ് സമ്മേളനം. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ലോകരക്ഷയ്ക്കായി യേശുക്രിസ്തു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നതിന്റെ സ്മരണ പുതുക്കിയാണ് ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയും തിരുപ്പിറവി ശുശ്രൂഷകളും ഭക്തി സാന്ദ്രമായി. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂർ വ്യാകുലമാതാ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലും തൃശൂർ മാർത്തമറിയം വലിയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ അപ്രൈ മെത്രോപൊലിത്തയും കാർമ്മികത്വം വഹിച്ചു. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ ക്രിസ്മസ് ട്രീ മത്സരങ്ങളും കരോൾ ഗാന മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. വിവിധ ഇടവകകളിൽ ഗായക സംഘങ്ങളും ഭക്ത സംഘടനകളും ഒരുക്കിയ ക്രിസ്മസ് രാവ് സംഗീത പരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിവിധ സ്ഥലങ്ങളിൽ കാരുണ്യ സഹായ ധനപ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ തുണിയെയും വഹിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് 3 പ്രാവശ്യം ഭിത്തിയിന് ചുറ്റും നടക്കുന്നു. സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രകാശവേളകളാണ് ഓരോ ആഘോഷങ്ങളും. വീണ്ടും ഒരു ക്രിസ്മസ് കാലം ആഗതമായി. നക്ഷത്രങ്ങൾ പൂത്തിറങ്ങുന്ന ക്രിസ്മസ്. ലോകം മുഴുവൻ ക്രിസ്മസിന്റെ ആനന്ദത്തിലാണ്. എവിടെയും വർണ്ണവിസ്മയങ്ങൾ, സമ്മാനങ്ങൾ, സന്ദർശനങ്ങൾ, സൗഹൃദങ്ങൾ. ക്രിസ്തുവിന്റെ ജന്മദിനം ജാതിഭേദം കൂടാതെ ഏവരും ആഘോഷിക്കുന്നു. ക്രിസ്മസ് ഒരു ത്യാഗത്തിന്റെ കഥ കൂടിയാണ്. ഏകപുത്രനെ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ദൈവം അയച്ചതിന്റെ കഥ. സർവ്വസ്വർഗീയ പ്രതാപങ്ങളും മാറ്റിവെച്ച ദൈവം മനുഷ്യനായി പിറന്നു. ഏറ്റവും നല്ലത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നൽകുന്നതിന്റെ മഹത്തായ സന്ദേശം കൂടിയാണ് ക്രിസ്മസ്. പവിത്രമായ സ്നേഹം നമുക്കുള്ളത് പങ്കുവെക്കുന്ന സ്നേഹമാണ്. വിശക്കുന്നവന് ഭക്ഷണമായും ദുഃഖിക്കുന്നവന് ആശ്വാസമായും നാം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ക്രിസ്മസ് അതിന്റെ അർത്ഥപൂർണമായ ആഘോഷമായി മാറുന്നത്. ക്രിസ്മസ് എളിമയുടെയും യഥാർത്ഥമായ മനുഷ്യസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ആഹ്വാനമാണ്. നക്ഷത്ര വിളക്കുകളും ശാന്തി പകരുന്ന കരോൾ ഗാനങ്ങളും ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും മനുഷ്യനെ ആനയിക്കാനുള്ളതാകട്ടെ. ആഘോഷങ്ങളും അലങ്കാരങ്ങളുമല്ല, ക്രിസ്തുവിന്റെ ജനനത്തിന് വഴികാട്ടിയായ താരകമായി മാറാൻ നമുക്ക് കഴിയുമ്പോഴാണ് ക്രിസ്മസ് മഹത്വപൂർണമാകുന്നത്. ഓക്കി ദുരന്തത്തിന്റെ കെടുതികളിൽ തകർന്നു പോയവർക്കൊപ്പം ഇനിയും ഉറ്റവരെ ഒരു നോക്ക് കാണാൻ കടലോരങ്ങളിൽ നിറകണ്ണുകളുമായിരിക്കുന്ന അമ്മമാർക്കൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടാകട്ടെ നമ്മുടെ ഈ ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ചിറക്കോട് കച്ചിത്തോട് നിന്നുകുഴിയിൽ നായാട്ടിനിടെ യുവാവിന് വെടിയേറ്റു. താളിക്കോട് വലിയ പറമ്പിൽ 29 വയസ്സുള്ള സനൽ മോഹനനാണ് വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സനലിനെ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. തൊടുപുഴയിലുള്ള കൂട്ടുകാരായ അനീഷ്, ഉല്ലാസ്, സഹോദരി ഭർത്താവ് നിന്നുകുഴി സ്വദേശി അനീഷ് എന്നിവരോടൊപ്പമാണ് സനൽ കഴിഞ്ഞ ദിവസം നായാട്ടിന് പോയത്.
പന്നിയെ വെടിവെക്കാൻ വേണ്ടി പോയതാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതേസമയം സഹോദരി ഭർത്താവായ അനീഷ് പിന്നീടാണ് സംഭവസ്ഥലത്തേക്ക് പോയത് എന്നറിയുന്നു. തൊടുപുഴ സ്വദേശികളായ അനീഷ്, ഉല്ലാസ് എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇവരെ പിടികൂടാനായിട്ടില്ല. തൃശൂർ എസിപി പി വാഹിദ്, ഉല്ലൂർ സിഐ കെ സജീവൻ, ഈസ്റ്റ് സിഐ കെ സേതു, മണ്ണുത്തി എസ്ഐ രതീഷ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ചിറക്കിയക്കോട് കച്ചിത്തോട് നായാട്ടിനിടെ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് 4-അംഗ സംഘം നായാട്ടിനായി വനത്തിലെത്തിയത്. തുടർന്ന് സംഘാംഗങ്ങൾ 2 പേർ വീതമായി തിരിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകമാണ് വെടിയുതിർന്നത്. പുലർച്ചെ 1:45-ഓടെയാണ് ദേഹമാസകലം രക്തം പുരണ്ട നിലയിൽ സനൽ മോഹനെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടത്തിൽ പരിക്കേറ്റതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് 2 പേർ സനൽ മോഹനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംശയം തോന്നിയ ഡോക്ടർമാർ വീണ്ടും വിശദമായി അന്വേഷിച്ചപ്പോൾ വെടിയേറ്റതാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിനിടെ സനൽ മോഹനെ ആശുപത്രിയിൽ എത്തിച്ചവർ മുങ്ങി. 15ഓളം വെടിയേറ്റ മുറിപ്പാടുകൾ സനൽ മോഹന്റെ ദേഹത്തുള്ളതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. എന്നാൽ വെടിയുണ്ടകൾ കണ്ടെടുക്കാനായില്ല. സനൽ മോഹൻ അബോധാവസ്ഥയിലായതിനാൽ മജിസ്ട്രേറ്റിന് മൊഴിയെടുക്കാനായില്ല. ആശുപത്രിയിൽ നിന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. വെടിയേറ്റ യുവാവിനെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ഇന്നോവ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് നാട്ടിക ഒരുങ്ങി. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് തിങ്കളാഴ്ച വൈകിട്ട് തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘാടക സമിതി ചെയർമാൻ മുരളി പെരുന്നെല്ലി MLA പതാക ഉയർത്തും. CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ദീപശിഖ തെളിയിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് കൊടിമര പതാക ദീപശിഖ ജാഥകൾ പൊതുസമ്മേളന വേദിയായ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. 26, 27 തീയതികളിലാണ് തൃപ്രയാർ TSGA സ്റ്റേഡിയത്തിൽ സമ്മേളനം നടക്കുക. 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ 357 പ്രതിനിധികളും 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 399 പേർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും. 28-ന് സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വളണ്ടിയർ മാർച്ച് നടത്തും. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്. വാർത്തകളിലേക്ക്. പെരിഞ്ഞനം താടിവളവിൽ ബൈക്കിടിച്ച് തെങ്ങുകയറ്റ തൊഴിലാളി മരിച്ചു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. താടിവളവിന് കിഴക്ക് ഭാഗം തിരുവത്ത് അടിമയുടെ മകൻ സുകുമാരനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെ പടിഞ്ഞാറെ ടിപ്പു സുൽത്താൻ റോഡിൽ താടിവളവിന് വടക്ക് ഭാഗത്തായിരുന്നു അപകടം. നടന്നു പോവുകയായിരുന്ന സുകുമാരനെ ബൈക്കിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഞായറാഴ്ച പുലർച്ചെ മരിച്ചു. ഇടിച്ച വാഹനത്തെ കണ്ടെത്താനായിട്ടില്ല. മതിലകം പോലീസ് കേസെടുത്തു. അഞ്ഞൂരിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശികളായ റിനിൽ, അബിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വൈലത്തൂർ ആക്സ് പ്രവർത്തകർ കുന്നുകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ബൈക്ക് സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസിനെ കയ്യേറ്റം ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച സിനിമാ താരവും സുഹൃത്തും അറസ്റ്റിൽ. ഇടവിലങ്ങ് പൊടിയൻ ബസാർ സ്വദേശികളായ വാലത്ത് വികാസ്, മുല്ലശ്ശേരി സുമിത് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ SI KJ ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയിൽ പൊടിയൻ ബസാറിൽ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടയിലായിരുന്നു സംഭവം. മദ്യപിച്ച് ബൈക്കിലെത്തിയ വികാസും സുഹൃത്തും പോലീസുകാരെ തള്ളിമാറ്റി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പിടിയിലായ വികാസ് ചിക്കൻ കോക്കാച്ചി എന്ന മലയാള സിനിമയിലും 4 തമിഴ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരുമനയൂരിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഗൃഹനാഥയും മകനും പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ഒരുമനയൂർ കരുവാരക്കുണ്ട് ബേബിലാൻഡ് കുറുപ്പേരി വള്ളിയമ്മുവിന്റെ വീടാണ് തകർന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം. വില്ലേജ് അധികൃതരെത്തി വിവരം അറിയിച്ചു. ജില്ലയിലെ കടൽ തീരങ്ങളിൽ ആദ്യമായി ഇക്കുറി കടലാമ മുട്ടയിട്ടത് ഇരട്ടപ്പുഴ ഫൈറ്റേഴ്സ് ക്ലബിന്റെ തീരത്ത്. കടലാമ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും വരെ മുട്ടകൾക്ക് ക്ലബ് പ്രവർത്തകർ സംരക്ഷകരാകും. 132 മുട്ടകൾ ഇട്ടാണ് കടലാമ കടലിലേക്ക് മടങ്ങിയത്. ഒലീവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമയാണ് മുട്ടയിടാൻ എത്തിയത്. ക്ലബ് അംഗങ്ങളായ AC സജിൻ, CS പ്രണവ്, CV വിജീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിന്റെ ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സൃഷ്ടി അയ്യപ്പ സന്നിധിയിലുമെത്തി. 5 മാസം മുൻപ് അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവര് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കർപ്പൂരാഴി ചടങ്ങിനു വേണ്ടി ഒരു പുലിയെ തയ്യാറാക്കിയത്. സുരേഷ് ഇത്തവണ 41 ദിവസത്തെ വ്രതമെടുത്ത് മാലയിട്ട് പുലിയെയും ഉണ്ടാക്കിയാണ് ശബരിമലയിൽ എത്തിയത്. സന്നിധാനത്ത് ഡാവിഞ്ചിയുടെ പുലി ശ്രദ്ധ പിടിച്ചുപറ്റി. മ്ലാങ്ങാട് കടപ്പുറത്ത് കടൽ കരവച്ചു.
10 മീറ്ററോളം ദൂരത്തിലാണ് കരവച്ചിട്ടുള്ളത്. ഓഖി ചുഴലിക്കാറ്റിനെ തുടർന്ന് കര കവർന്നിരുന്നുവെങ്കിലും ചെറിയ തോതിൽ തിരിച്ചു ലഭിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമായി. കടൽ കയറിയതിനെ തുടർന്ന് മത്സ്യബന്ധന യാനങ്ങൾ മാറ്റിവെച്ചിരുന്നു. ഓഖി ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തവുമായി ജോയ് ആലുക്കാസ് ഗ്രൂപ്പ്. കേരളത്തിന്റെ തെക്കു പടിഞ്ഞാറൻ തീരമേഖലയിൽ വിനാശം വിതച്ച ഓഖി ചുഴലിക്കാറ്റിന്റെ കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന സഹജീവികൾക്കായി ജോയ് ആലുക്കാസ് 2 കോടി രൂപ സംഭാവന നൽകി. 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും 1 കോടി രൂപ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ ക്ഷേമനിധിയിലേക്കുമാണ് നൽകിയത്. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ജോയ് ആലുക്കാസ് 1 കോടിയുടെ ചെക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും 1 കോടിയുടെ ചെക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസൈപ്പാക്യത്തിനും കൈമാറി. ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലുക്കാസിന്റെ നിർദ്ദേശാനുസരണം തീരമേഖലയിൽ സന്ദർശനം നടത്തിയ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെ പ്രതിനിധികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സഹായങ്ങൾ കൈമാറിയത്. ഈ മേഖലയിൽ തുടർന്നും സഹായങ്ങൾ ചെയ്യുമെന്ന് ഫൗണ്ടേഷൻ അധികൃതർ അറിയിച്ചു. ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ വിഭാഗമായ ജോയ് ആലുക്കാസ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. തൃശൂർ റൂറൽ പോലീസ് പരിധിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനങ്ങൾ ഓടിച്ച നിരവധി പേർ പിടിയിലായി. മദ്യപിച്ച് വാഹനമോടിച്ച 29 പേരും വാഹനം നിയമവിരുദ്ധമായി രൂപമാറ്റം നടത്തിയ 51 പേരും ഹെൽമറ്റില്ലാതെ ഇരുചക്ര വാഹനമോടിച്ച 1000-ഓളം പേരുമാണ് പിടിയിലായത്. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. തൃശൂരിന്റെ ക്രിസ്മസ് കൂട്ടായ്മയായ ബോൺ നത്താലേക്ക് ചുവടുവയ്ക്കാൻ സംഗീതാവിഷ്കാരമൊരുക്കി തൃശൂരിന്റെ കലാകാരന്മാർ. പ്രശസ്ത പിയാനിസ്റ്റ് വില്യം ഫ്രാൻസിസ് ആണ് ബോൺ നത്താലയെ സംഗീത സാന്ദ്രമാക്കാൻ ആൽബമൊരുക്കിയിട്ടുള്ളത്. ഈ ക്രിസ്മസ് കാലത്ത് അന്നമനടയിലെ ജാതി കർഷക കൂട്ടായ്മ ജാതിക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമായി നിർമ്മിച്ചത് വ്യത്യസ്തമായ കേക്കാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ജാതിക്ക കേക്കിലെ ചേരുവകളും വ്യത്യസ്തമാണ്. സാധാരണ കേക്കുകളിൽ കാണുന്ന ആരോഗ്യത്തിന് ഹാനികരമായ യാതൊന്നും ഇതിലില്ലെന്ന് ഒറ്റ വാക്കിൽ പറയാം. വനസ്പതി എണ്ണയും മൈദയും പൂർണ്ണമായി ഒഴിവാക്കിയാണ് കേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു പകരം വെണ്ണയും ജാതിക്കത്തോട് ഉണക്കി പൊടിച്ച പൊടിയും ഉപയോഗിച്ചിട്ടുണ്ട്. പാലടക്കമുള്ള പ്രകൃതിദത്ത ചേരുവകളാണ് കേക്ക് നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. മറ്റു കേക്കുകളെ പോലെ ഉയർന്നു പൊന്തുന്നതല്ല ജാതി കർഷകരുടെ ഉൽപ്പന്നം. അന്നമനട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന EM ഷിലിനാണ് മൂല്യവർദ്ധിത കേക്ക് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത്. കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്മസിന് കേക്ക് നിർമ്മിച്ചതെന്ന് ഷിലിൻ പറഞ്ഞു. ജാതിക്കയുടെ പൊടിയും ഗോതമ്പും, അതായത് മൈദ എന്നുള്ള സാധനം തീരെ ഉപയോഗിച്ചിട്ടില്ല. കൂടാതെ വനസ്പതി ഓയിലിന് പകരം വെണ്ണയാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആർക്കും ഒരു ദോഷവും വരുത്താത്ത രീതിയിൽ പൂർണ്ണമായും ഫൈബർ കണ്ടന്റുള്ള ഒരു ഗുണകരമായ ഒരു കേക്കാണ് ഞങ്ങൾ ഈ വർഷം ജാതിക്കയുടെ മൂല്യവർദ്ധിത ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ പുറത്തിറക്കുന്നത്. മറ്റ് സാധാരണ കേക്കിനേക്കാൾ വിലയിൽ വർധനവില്ല. ഗുണനിലവാരത്തിലെ മികവിനൊപ്പം ദോഷകരമായ വസ്തുക്കൾ പൂർണ്ണമായും ഈ കേക്കിൽ ഒഴിവാക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പും ഇത്തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അന്നമനട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജാതി കർഷക കൂട്ടായ്മ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി ഫാക്ടറി തുടങ്ങാനിരിക്കുകയാണ്. കേക്ക് മാത്രമല്ല, കാൻഡി, സ്ക്വാഷ്, ജ്യൂസ് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങളും ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നുണ്ട്. TCV മാള. റെഡിമെയ്ഡിന് പുറകിൽ പോകാതെ ലൈവ് പുൽക്കൂട് ഒരുക്കിയാണ് ഗുരുവായൂർ സെന്റ് ജോൺസ് സ്കൂളിലെ കുട്ടികൾ ക്രിസ്മസ് ആഘോഷിച്ചത്. കന്യാമറിയവും ഔസേപിതാവും ഇടയന്മാരും മാത്രമല്ല, ഉണ്ണിയേശു വരെ ലൈവായിരുന്നു. ഗുരുവായൂർ തൈക്കാട് സെന്റ് ജോൺസ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികളുടെ ഭാഗമായൊരുക്കിയ പുൽക്കൂട് ഏറെ ആകർഷകമായി. സ്കൂളങ്കണത്തിലെ വലിയ മാവിൻ ചൂട്ടിലാണ് മനോഹരമായി പുൽക്കൂട് നിർമ്മിച്ചത്. മുകളിൽ ഓലമേഞ്ഞ് ചുറ്റുഭാഗം ചണച്ചാക്കുകൊണ്ട് മറച്ച് രൂപഭംഗിയേകി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊപ്പം രക്ഷിതാക്കളും കൈകോർത്തപ്പോൾ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിന്റെ പുനരാവിഷ്കാരം ഉടലെടുക്കുകയായിരുന്നു. മാലാഖമാരടക്കമുള്ള ചരിത്ര കഥാപാത്രങ്ങളായി സ്കൂൾ കുട്ടികളായിരുന്നു വേഷമിട്ടത്. കാലിത്തൊഴുത്തിന്റെ പ്രതീതിക്കായി ജീവനുള്ള ആടുകളുമുണ്ടായിരുന്നു പുൽക്കൂട്ടിൽ. മരച്ചില്ലയിൽ ക്രിസ്മസ് സമ്മാനങ്ങൾ തൂക്കി ക്രിസ്മസ് ട്രീ ഒരുക്കി. നക്ഷത്ര വിളക്കുകളും വർണ്ണപ്രഭ ചൊരിഞ്ഞു.
ക്രിസ്മസ് ചരിത്രത്തിന്റെ ആവിഷ്കാരവും ഉണ്ടായിരുന്നു. തിരുപ്പിറവിയായതോടെ മാതാവിന്റെ കൈകളിൽ ജീവനുള്ള ഉണ്ണിയേശുവും എത്തി. വർഷം തോറും സ്കൂളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും വേറിട്ട പുൽക്കൂട് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു. ആഘോഷ പരിപാടികൾ വാർഡ് കൗൺസിലർ റഷീദ് കുന്നിക്കൽ ഉദ്ഘാടനം ചെയ്തു. ജൻസൺ ആളൂർ ക്രിസ്മസ് സന്ദേശം നൽകി. പ്രധാനാധ്യാപിക PJ ഷീല, സ്കൂൾ മാനേജർ KK റോസ, CP ദേവസി എന്നിവർ സംസാരിച്ചു. TC വിനോസ്, ഗുരുവായൂർ. പുതുക്കാട് സ്വദേശി മഞ്ഞളി സാൻജോ ജോസ് മുറ്റത്ത് ചലിക്കുന്ന ശില്പങ്ങളുള്ള പുൽക്കൂടൊരുക്കിയത് കൗതുകമായി. തൊട്ടിലിലാടുന്ന ഉണ്ണീശോയും മാതാവ് മറിയവും ഔസേപ്പിതാവും മാത്രമല്ല, കുന്തിരിക്കവും പൊന്നും മീറയുമായി വന്ന 3 രാജാക്കന്മാരും കുഞ്ഞാടുകളും കഴുതയുമെല്ലാം ചലിക്കുന്ന ശില്പങ്ങളാണ്. പുൽക്കൂടിന് മുകളിൽ പറക്കുന്ന മാലാഖയും സാൻജോ എന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരന്റെ കരവിരുതിൽ വിരിഞ്ഞതാണ്. അളഗപ്പ നഗർ ത്യാഗരാജ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയായിരുന്ന സാൻജോ 2 മാസം രാപ്പകലില്ലാതെ കഠിന പ്രയത്നം ചെയ്താണ് പുൽക്കൂട് നിർമ്മിച്ചത്. ഇറ്റലിയിലെ ചലിക്കുന്ന കൂറ്റൻ ക്രിസ്മസ് രൂപങ്ങളെക്കുറിച്ചറിഞ്ഞ സാൻജോ ഇന്റർനെറ്റിൽ നിന്ന് വിശദവിവരങ്ങൾ ശേഖരിച്ചു. 65,000 രൂപയോളം ഓരോന്നിനും വില വരുമെന്നറിഞ്ഞതോടെ സ്വയം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ചെറിയ ക്ലാസുകളിൽ സയൻസ് എക്സിബിഷനുകളിൽ സ്ഥിരമായി സമ്മാനം നേടിയിരുന്നു സാൻജോ. ആവശ്യക്കാർ വന്നാൽ ചലിക്കുന്ന പുൽക്കൂട് നിർമ്മിച്ചു നൽകാനും സാൻജോ തയ്യാറാണ്. TC വിനോസ്, പുതുക്കാട്. എരുമപ്പെട്ടി പരിയാരം സെന്റ് ജോസഫ് ഇടവക സമൂഹം സംഘടിപ്പിച്ച ബോൺനാത്താലെ വർണ്ണാഭമായി. KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടത്തിയത്. പള്ളിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മുരിങ്ങത്തേരി, നെല്ലുവായി, എരുമപ്പെട്ടി, കുന്നത്തേരി എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് പരിയാരത്ത് സമാപിച്ചു. ഫ്ളാഷ് മോബ്, നിശ്ചല ദൃശ്യങ്ങൾ, ക്രിസ്മസ് പാപ്പാമാർ, മാലാഖമാർ, അലങ്കരിച്ച കുതിരവണ്ടി, മാർഗം കളി എന്നിവ ഘോഷയാത്രയെ മികവുറ്റതാക്കി. വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. ബ്ലാങ്ങാട് കടപ്പുറത്ത് വലിയ മത്സ്യങ്ങൾ പിടിക്കാനെത്തിയ തെക്കൻ ജില്ലകളിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങി. ക്രിസ്മസ് ആഘോഷിക്കുന്നതിനാണ് തൊഴിലാളികൾ മടങ്ങിയത്. ഇനി പുതുവർഷത്തിലാണ് തൊഴിലാളികൾ തിരിച്ചെത്തുക. ചൂണ്ടവള്ളക്കാരായ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ബ്ലാങ്ങാട് കടപ്പുറത്ത് താമസിച്ച് മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വീണ്ടും ഒരു ഇടവേള. തൃശൂർ പാലസ് ഗ്രൗണ്ട് വാക്കേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. തൃശൂർ പാലസ് ഗ്രൗണ്ടിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ക്ലബ് മുൻ പ്രസിഡന്റും കല്യാൺ സിൽക്സ് ഉടമയുമായ TS പട്ടാഭിരാമൻ കേക്ക് മുറിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തുടർന്ന് ക്ലബ് അംഗങ്ങളായ ജെയിംസ്, ഉമ്മാർ എന്നിവർ നയിച്ച കരോൾ ഗാനവും ക്രിസ്മസ് ഗാനങ്ങൾ കോർത്തിണക്കിയ ബാൻഡ് മേളവും അരങ്ങേറി. ക്ലബ് പ്രസിഡന്റ് CG സുരേന്ദ്രൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ, വർഗീസ് മാളിയേക്കൽ, NA രവികുമാർ, ജനീഷ് പാമ്പൂർ, മുൻ മേയർ K രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോനെതിരായ കേസുകൾ കോടതി അവസാനിപ്പിച്ചു. 2004 മുതൽ വ്യാജരേഖകൾ ചമച്ച് ഒന്നിലധികം പേരുകളിലായി വാഹനങ്ങൾ, പാൻ കാർഡ്, തെരഞ്ഞെടുപ്പ് കാർഡ്, പാസ്പോർട്ട് എന്നിവ സ്വന്തമാക്കിയെന്നും അനധികൃതമായി പേരിന് മുന്നിൽ ഡോക്ടർ എന്ന പദം ഉപയോഗിച്ചെന്നും BMW കാറിന് KLate AL 9999 എന്ന വ്യാജ നമ്പർ ഏർപ്പെടുത്തി ആൾമാറാട്ടം നടത്തിയെന്നുമുള്ള ആരോപണങ്ങളായിരുന്നു സുന്ദർമേനോനെതിരെ ഉയർന്നത്. എന്നാൽ പരാതികൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തൃശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കേസ് നടപടികൾ അവസാനിപ്പിച്ചത്. തൃശൂർ സ്വദേശി ബാലസുബ്രഹ്മണ്യം നൽകിയ പരാതിയിന്മേൽ കോടതി നിർദ്ദേശമനുസരിച്ച് ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആരോപണങ്ങൾ കളവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. തൃശൂർ ഈസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലെ പരാതികളിൽ CI KC സേതുവും SI MJ ജിജോയുമാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ കളവായ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് അന്യായം ഫയൽ ചെയ്തിരിക്കുന്നതെന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ടിന്മേൽ ഹർജിക്കാരനായ ബാലസുബ്രഹ്മണ്യത്തിനെതിരെ ആക്ഷേപ നടപടികൾക്ക് കോടതി നിർദ്ദേശിച്ചുവെങ്കിലും സുന്ദർമേനോൻ പരാതി ബോധിപ്പിക്കാതിരുന്ന സാഹചര്യത്തിലാണ് കോടതി കേസ് അവസാനിപ്പിച്ചത്. ക്രിസ്മസ് ആഘോഷത്തിരക്കിൽ തൃശൂർ KSRTCക്ക് റെക്കോർഡ് കളക്ഷൻ. ശനിയാഴ്ച മാത്രം 16,45,599 രൂപയാണ് KSRTC കളക്ഷൻ നേടിയത്. കോയമ്പത്തൂർ, കോട്ടയം, എറണാകുളം റൂട്ടുകളിലെ കൂടുതൽ സർവീസുകളാണ് KSRTCക്ക് റെക്കോർഡ് കളക്ഷൻ നേടിക്കൊടുത്തതെന്ന് DTO VM താജുദ്ദീൻ പറഞ്ഞു.
തൃശൂർ പാലക്കാട് ദേശീയപാത കുതിരാനിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കിനെ തുടർന്ന് KSRTC ബസ്സുകൾ തിരുവല്ലാമല ഷൊർണൂർ റൂട്ടിലൂടെ വഴി തിരിച്ചുവിട്ടത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസമായെന്നും DTO പറഞ്ഞു. ഇനി കാണാം കാഴ്ചവട്ടം. കാലിത്തീറ്റ കുംഭകോണ കേസിൽ 21 വർഷത്തിനു ശേഷം ലാലു പ്രസാദ് യാദവ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാനുള്ള CBI പ്രത്യേക കോടതിയുടെ തീരുമാനം മറ്റ് കുംഭകോണന്മാർക്കും അഴിമതിക്കാർക്കുമുള്ള ശക്തമായ താക്കീതാണ്. പൊതുഖജനാവ് കൊള്ളയടിച്ച ശേഷം പിടിക്കപ്പെടാതെ മാന്യന്മാരായി ജനാധിപത്യം പ്രസംഗിച്ച് നടക്കുന്നവരുടെ ലജ്ജിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക്. കാലിത്തീറ്റ കുംഭകോണ രണ്ടാം കേസിൽ ലാലു പ്രസാദ് യാദവ് 90 ലക്ഷത്തോളം രൂപ അടിച്ചുമാറ്റിയെന്നാണ് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നത്. 25 കൊല്ലം മുമ്പ് നടന്ന അഴിമതി കേസിൽ ശിക്ഷ വരുന്നത് ഇപ്പോൾ. 1991-94 കാലയളവിൽ വ്യാജ ബില്ലുകൾ ഹാജരാക്കി ട്രഷറിയിൽ നിന്ന് പലപ്പോഴായി പണം പിടുങ്ങിയെന്നാണ് കേസ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ലാലുവിനെതിരെ 6 കേസുകളിലായി 950 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് ഉണ്ടായത്. ആദ്യ കേസിൽ 37.5 കോടി തട്ടിയതിന് 2013-ൽ 5 വർഷം കഠിന തടവും 25 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി കിട്ടി. 87 ദിവസം ജയിലിൽ കാലിത്തീറ്റയുടെ സുഖമറിഞ്ഞു. പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം. പിന്നെ ജനാധിപത്യം പ്രസംഗിക്കലായിരുന്നു ഇതുവരെയുള്ള തൊഴിൽ. തുടക്കത്തിൽ മുഖ്യമന്ത്രി കസേര ഉപയോഗിച്ച് അന്വേഷണം സ്തംഭിപ്പിച്ചു. അധികാരത്തിന്റെ സുഖം. കുംഭകോണത്തിന് കൂട്ടുനിന്ന മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ, സർവീസ് കാലയളവ് നീട്ടി നൽകൽ, ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇത് ലാലു മാത്രമല്ല, കുംഭകോണന്മാരായ പല രാഷ്ട്രീയ നേതാക്കളും ഇന്ത്യയിൽ അവലംബിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലി ഇതാണ്. നിരവധി കുംഭകോണങ്ങളുടെ ആരോപണം നാം കേട്ടുകഴിഞ്ഞു. കോമൺവെൽത്തിന്റെ പേരിൽ പലരും കോടികൾ തട്ടി. കസേരയുമായി വാടകയുടെ പേരിൽ പോലും ലക്ഷങ്ങൾ തട്ടി കോമൺവെൽത്ത് ഗെയിംസ് കളിച്ചു. 2G സ്പെക്ട്രം കുംഭകോണം ഏറ്റവും വലിയ അഴിമതി കേസ്. 1.25 ലക്ഷം കോടി ഖജനാവിന് നഷ്ടമുണ്ടെന്നാണ് കേസ്. തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ ശക്തിയില്ലായ്മ കൊണ്ട് പ്രതികളായ രാജിയും കനിമൊഴിയും കുറ്റവിമുക്തരാക്കപ്പെട്ടു വന്ന് ഇപ്പോൾ ചിരിക്കുകയാണ്. ഇതിനർത്ഥം അഴിമതി നടന്നില്ല എന്നല്ല. പല കേസുകളിലും കോടികൾ തട്ടിയെടുത്ത് ഇന്ത്യയിലെ ദരിദ്രരെ കൊഞ്ഞനം കുത്തുന്നവർ എല്ലാ പാർട്ടികളിലുമുണ്ട്. രക്ഷപ്പെടുന്നത് അധികാരത്തിന്റെ തണലിൽ. ഇന്ത്യയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ശാപമാണിത്. ഇനി ചില പ്രമാദമായ കുംഭകോണങ്ങളിലേക്ക് ഒരെത്തിനോട്ടം. ലാലുവിന്റെ മകൾ മിസ ഭാരതി, ഭർത്താവ് ശൈലേഷ് കുമാർ എന്നിവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കുറ്റപത്രം നൽകിയിരിക്കുന്നു. ഇവർ 1,20 ലക്ഷം കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ. ചക്കിക്കോത്ത ചങ്കരൻ, അച്ഛന് പറ്റിയ മകൾ. ഇനി മറ്റൊരു കേസ്. ഖജനാവിന് 578 കോടി രൂപയുടെ നഷ്ടം വരുത്തിയ ISRO ആൻഡ്രിക്സ് ദേവാസ് ഇടപാട്. മുൻ ചെയർമാൻ നമ്മുടെ G മാധവൻ നായർ കഴിഞ്ഞ ദിവസം ഈ കേസിൽ ജാമ്യം നേടി. ISROയുടെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ വഴി സ്വകാര്യ കമ്പനിയായ ദേവാസിന് 578 കോടി ലാഭമുണ്ടാക്കാൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തു എന്നാണ് കേസ്. ദേവാസിന് 578 കോടി വെറുതെ ലാഭമുണ്ടാക്കിയാൽ സഹായിച്ചവർക്ക് എത്ര കിട്ടുമെന്ന് നമുക്ക് വേണമെങ്കിൽ കണക്കുകൂട്ടാം. കുംഭകോണങ്ങളുടെ സാധ്യതകൾ അനന്തമായി കിടക്കുന്നു. ഇനി മറ്റൊന്ന്. ഗുജറാത്ത് ആസ്ഥാനമായ ഔഷധ കമ്പനിയുമായി ബന്ധപ്പെട്ട് 5000 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടത്തിയ കേസിൽ വ്യവസായി ഗഗൻ ധവാന്റെ 1.25 കോടി രൂപയുടെ സ്വത്ത് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. ഗഗ ധവാൻമാർ ഇതുപോലെ നിരവധി. പിന്നെയും കിടക്കുന്നു ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, കൽക്കരി കുംഭകോണം. എല്ലാം ഈ ദരിദ്ര രാജ്യമായ ഇന്ത്യയിലാണെന്നതാണ് രസകരം. അഴിമതി കോടതി കണ്ടെത്തിയിട്ടും പ്രതികൾ അംഗീകരിക്കാതിരിക്കുന്നത് സ്വാഭാവികം. നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പേരിൽ ആ അഴിമതിയെ വെള്ളപൂശുന്നത് അതിലും വലിയ തെറ്റ്. ലാലുവിനെ തള്ളിപ്പറയാത്ത കോൺഗ്രസ് ചൂടുന്ന കുടയും വലിയ അഴിമതിയുടേതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി സാധാരണക്കാർക്കുണ്ട്. കോൺഗ്രസിനില്ലെങ്കിൽ കഷ്ടം എന്നു മാത്രമേ അതിനുത്തരമുള്ളൂ. അനുബന്ധം. കുംഭകോണങ്ങൾ വടക്കേ ഇന്ത്യയിലല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. കൊച്ചു കേരളത്തിലും നിരവധിയാണ്. ബാർക്കോഴ, സോളാർ കോഴ, ലാവ്ലിൻ കോഴ, ബജറ്റ് വിറ്റ് കോഴ.
ഭൂമി കയ്യേറ്റ കുംഭകോണം, കായൽ കയ്യേറ്റം, മൂന്നാർ കയ്യേറ്റം, റിസോർട്ട് കയ്യേറ്റം, വനം കയ്യേറ്റം, അങ്ങനെ അനവധി. പലതിലും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നു മാത്രം. 1990 ശേഷം ലാലു സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടാനാണ് CBI കോടതി വിധി. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ഒരു വിധിയുണ്ടാകും എന്ന സൂചനയെങ്കിലും ഇപ്പോൾ പലരുടെയും ഉറക്കം കെടുത്തും. വിധികൾ വരുന്നതുവരെ കുംഭകോണന്മാർക്കും അല്ലാത്തവർക്കും ഹാപ്പി ക്രിസ്മസ്. രാമവർമ്മപുരത്തെ സർക്കാർ വൃദ്ധമന്ദിരത്തിൽ മന്ത്രി AC മൊയ്തീൻ അപ്രതീക്ഷിതമായി എത്തിയത് അന്തേവാസികൾക്ക് വിസ്മയമായി. വൃദ്ധമന്ദിരത്തിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ മന്ത്രി നേരത്തെ ഇടപെട്ട് പരിഹാരം കണ്ടതിന്റെ നന്ദി പ്രകടിപ്പിക്കാനും അവർ മറന്നില്ല. രോഗാവസ്ഥയിലുള്ള അന്തേവാസികളെ മന്ത്രി ആശ്വസിപ്പിച്ചു. നവവത്സരം പ്രമാണിച്ച് 31-ന് വീണ്ടും വരാമെന്ന് മന്ത്രി അറിയിച്ചു. സൂപ്രണ്ട് R. പ്രതാപിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. രാമവർമ്മപുരം വൃദ്ധമന്ദിരത്തിൽ പ്രായമായവർക്ക് അനുയോജ്യമായ തൊഴിൽ സംരംഭം ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരെ വിളിച്ച് അതിനുള്ള നടപടി കൈക്കൊള്ളാനും നിർദ്ദേശം നൽകി. ദേശീയപാതയിൽ പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുൻപിൽ കാറിന് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചു. സ്റ്റാൻഡിലേക്ക് അശ്രദ്ധമായി പ്രവേശിച്ച ബസ്സിൽ ഇടിക്കാതിരിക്കാൻ കാർ പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ പുറകിൽ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. തമിഴ്നാട് സ്വദേശി ബെന്നി ഷെപ്പേർഡും കുടുംബവും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം നടന്നത്. ആർക്കും പരിക്കില്ല. കാറിന്റെ പിൻഭാഗം തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. ഇടവേള. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് യോഗക്ഷേമ സഭ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ജീവാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനോദ്ഘാടനം തൃശൂരിൽ നടന്നു. ചെമ്പുക്കാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച സഹായ നിധിയുടെ വിതരണം മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാറും നിർവഹിച്ചു. യോഗക്ഷേമ സഭ ജില്ലാ പ്രസിഡന്റ് KD ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി കൃഷ്ണൻ കാരേക്കാട്, വാസ്തുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കാവനാട് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, അപകട ചികിത്സാ സഹായം, വീൽചെയർ വിതരണം എന്നിവയും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. ഇരിങ്ങാലക്കുടയിൽ മദ്യപിച്ചെത്തിയ യുവാവ് സ്വകാര്യ ബസിന്റെ ചില്ല് എറിഞ്ഞ് തകർത്തു. ഞായറാഴ്ച രാത്രി 8:30 സംഭവം. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന മംഗലത്ത് എന്ന ബസിന്റെ ചില്ലാണ് യുവാവ് കല്ലെറിഞ്ഞ് തകർത്തത്. ആക്രമണത്തിൽ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കാരളം കിഴുത്താണി സ്വദേശിയായ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രഥമ വാർഷികാഘോഷവും മാഗസിൻ പ്രകാശനവും തൃശൂരിൽ നടന്നു. ചെമ്പുക്കാവ് ജവഹർ ബാലഭവൻ ഹാളിൽ നടന്ന വാർഷികാഘോഷങ്ങൾ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന PTA പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി KM ജയപ്രകാശ്, PP ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്രിസ്മസ് ആഘോഷവും അരങ്ങേറി. വാണിജ്യം. ദേശത്തിന്റെ മനോഹാരിതയിൽ കനോലി പുഴയുടെ തീരത്ത് തൃപ്രയാറിന്റെ നാമം സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർത്ത് TPR ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപം TPR ബിൽഡിംഗിലാണ് TPR ഗോൾഡ് പ്രവർത്തനം ആരംഭിച്ചത്. CN ജയദേവൻ MP TPR ഗോൾഡിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നടി ഹണി റോസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. JCI മുൻ വേൾഡ് പ്രസിഡന്റ് ഷൈൻ T. ഭാസ്കരൻ ആഭരണം ഏറ്റുവാങ്ങി. ക്രിസ്മസ് പുതുവത്സരാഘോഷം CN ജയദേവൻ MPയും നടി ഹണി റോസും ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, TPR ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ ഷൈൻ സുരേന്ദ്രൻ എന്നിവർക്ക് പുറമെ സമൂഹത്തിന്റെ നാനാ തുറകളിൽപ്പെട്ട പ്രമുഖരും പൊതുജനങ്ങളും സംബന്ധിച്ചു. തൃപ്രയാറുകാരുടെ മനം കവരുന്ന ആഭരണങ്ങളുടെ വൻശേഖരമാണ് TPR ഗോൾഡിലുള്ളത്. 100% 916 ഗുണമേന്മയുള്ള സ്വർണ്ണാഭരണങ്ങൾ വ്യത്യസ്ത ഇനങ്ങളിൽ TPR ഗോൾഡിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. ജ്യോതിഷപ്രകാരം ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അസുലഭ അവസരമാണ് ഉപഭോക്താക്കൾക്ക് മുൻപിൽ TPR ഗോൾഡ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനായി ജ്യോതിഷിയെ ബുക്ക് ചെയ്ത് TPR ഗോൾഡിൽ എത്തി നേരിട്ട് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാം. തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ജ്യോതിഷിയെ നേരിൽ കണ്ട് ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാനാകുക. വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള 1.5 മണിക്കൂർ സമയം ജ്യോതിഷിയുടെ സേവനം ലഭ്യമാകും. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയാണ് TPR ഗോൾഡ് ഉറപ്പു നൽകുന്നത്.
വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഓഫറുകൾക്കൊപ്പം വിവിധ സമ്മാനങ്ങളും TPR ഗോൾഡിന്റെ പ്രത്യേകതയാണ്. ജനനന്മയ്ക്ക് എന്നും മുന്നിൽ എന്ന വാക്യം മുറുകെ പിടിച്ച് പരിപൂർണ ഉത്തരവാദിത്വത്തിൽ നാമമാത്ര ലാഭം മാത്രമാണ് TPR ഗോൾഡ് ഈടാക്കുക. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഉപഭോക്താക്കൾക്കായി TPR ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സമാധാന ഗീതികളുമായി ലോകമെങ്ങുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾ ഭക്തി സാന്ദ്രമായി. ചിറക്കോട് കച്ചിത്തോട് നിന്നുകുഴിയിൽ നായാട്ടിനിടെ യുവാവിന് വെടിയേറ്റു. ഗുരുതരമായി പരിക്കേറ്റ താളിക്കോട് സ്വദേശി സനൽ മോഹനൻ ചികിത്സയിൽ. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ്. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തിങ്കളാഴ്ച തൃപ്രയാറിൽ പതാക ഉയരും. 26, 27 തീയതികളിലാണ് സമ്മേളനം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് Joya Lucas,